നമസ്തേ ഗംഗാമയാണ്. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കഥ പറയാൻ പോവാണ്. ഈ കഥ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമായിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ ഒരു ചെറിയൊരു ഗ്രാമം. ആ ഒരു ഗ്രാമത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് നിങ്ങളാണ് എന്ന് നിങ്ങൾ തന്നെ സങ്കല്പിക്കാട്ടോ. അപ്പൊ ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഗുരുവിനോട് ചോദിക്കുകയാണ്, "ഗുരുവേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ കഠിനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്?" അപ്പോ ഗുരുവിനെ കാണാൻ പോയപ്പോ ഗുരു ആഹ് എന്നോട് പറഞ്ഞു, "എനിക്ക് ശാന്തി വേണം. ഞാൻ എന്ത് ചെയ്യണം?" എന്നാണ് ആ വ്യക്തി ഗുരുവിനോട് ചോദിക്കണത്. ഇത് നിങ്ങളാണ് എന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പൊ ഗുരു ചിരിച്ചു. ഒന്നും പറഞ്ഞില്ല. അയാളെ കൂട്ടിയിട്ട് ഒരു നദിക്കരയിലേക്ക് പോയി. അപ്പൊ ആ നദിക്കരയിലെത്തിയപ്പോ ഗുരു പറഞ്ഞു ആ ശിഷ്യനോട്, "ഈ ജലം നോക്കൂ. അതൊരിക്കലും പിടിച്ചു നിൽക്കുന്നില്ല. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുപോലെ നിന്റെ വേദനയും, നിന്റെ പ്രശ്നങ്ങളും, നിന്റെ ഓർമ്മകളും നീ വിടാൻ പഠിക്കണം. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമവും, അതുപോലെ തന്നെ വേദനകള്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഇമാജിൻ ചെയ്യുക. നിങ്ങളൊരു നദിക്കരയിലാണ് നിൽക്കണമെങ്കിൽ, ആ നദിയിലേക്ക് ഇതെല്ലാം ഒഴുകി പോണതായിട്ട് സങ്കല്പിക്കുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും സ്ട്രെസ് ഒഴുകി പോകുന്നു. ഓരോ ശ്വാസം എടുക്കുമ്പോഴും മനസ്സ് തിരിച്ചെടുക്കുമ്പോഴും ശാന്തി ഉള്ളിലേക്ക് വരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക കേട്ടോ. ഇത് ഇമാജിൻ ചെയ്യുക എന്ന് പറയും. അപ്പം മെസ്സേജ് എന്താണെങ്കിൽ ശാന്തി കണ്ടെത്തേണ്ടത് പുറത്തല്ല, നിന്റെ ഉള്ളിലാണ് എന്നുള്ളതാണ് ഗുരു ശിഷ്യന് പഠിപ്പിച്ചു കൊടുത്തത്. നീ സെർച്ച് ചെയ്യൂ, നീ തന്നെയാണ്. കാരണം നീ തന്നെയാണ് ആ ബ്രഹ്മം. അപ്പോൾ എന്താണ് വേണ്ടത്? ഞാൻ ശാന്തനാണ്, സുരക്ഷിതനാണ്. കാരണം ആ നദിയിൽ നോക്കൂ, ആ നദി കരയിൽ നിൽക്കുമ്പോൾ അവിടെ ശാന്തമായ ജലമാണ് കാണുന്നത്. കാറ്റിന് വളരെ സ്നേഹമുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ചിന്തകളും ആ ജലത്തിലേക്ക് ഒഴുകി പോണതായിട്ട് നിങ്ങൾ കാണും. അതേപോലെ ആ വ്യക്തി ചെയ്തത് അങ്ങനെയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ആ ജലത്തിലേക്ക് ഒഴുകി പോണതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോ ഞാൻ ശാന്തനാണ്, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ ഇതെല്ലാം വിടുവിക്കുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം എന്നെ വിട്ടുപോകുന്നു, ഞാൻ സ്വതന്ത്രനാണ് എന്നുള്ളത് മനസ്സിൽ സങ്കല്പിക്കുക. കാരണം ഒരു വ്യക്തി അവന്റെ ഉള്ളിലെ ആ ശാന്തി അനുഭവിക്കേണ്ടതാണ്. അല്ലാതെ അവൻ പുറത്ത് തെരഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജീവിതത്തിലേക്ക് തിരിച്ചു പോയാൽ ജീവിതം മാറിയിട്ടല്ല വരണത്. നമ്മളുടെ ജീവിതം എവിടെയാണ് മാറാൻ തുടങ്ങുന്നത്? നമ്മൾ നമ്മളിൽ തന്നെ തെരഞ്ഞ് നമ്മളിൽ നമ്മളെ കണ്ടെത്തുമ്പോഴാണ്. അപ്പോ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഉള്ളിലാണ് ഈ ശാന്തി ഫീൽ ചെയ്യേണ്ടത്. നിങ്ങൾ പുറത്ത് തേടി പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതൊന്നും പുറത്തുനിന്ന് കിട്ടില്ല. കാരണം ജലം അങ്ങനെയാണ്. ജലം ഒരിക്കലും ആർക്കും തടുത്തു നിർത്താൻ ഒരു പരിധിയുണ്ട്. അത് തടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വഴി സ്വീകരിക്കും. അതേപോലെ നിങ്ങളും ആ ജലത്തെ പോലെ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ചിന്തകളും ആ ജലത്തിൽ ഒഴുകി പോകുന്നതായിട്ട് കാണുക. കാരണം ജലം എപ്പോഴും എന്താ ആണ്? ജലം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നതാണ്. ആ നദി അങ്ങനെയാണ്. എപ്പോ നോക്കിയാലും അത് ഒഴുകി പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ജീവിതം അങ്ങനെ തന്നെയാണ്. ഒരു നദിയായിട്ട് സങ്കല്പിക്കുക. അതെപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിന് എപ്പോഴേ ആർക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നമ്മുടെ മരണ സമയത്തല്ലാതെ ആർക്കും ഒന്നിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഓടിയിട്ട് കാര്യമുണ്ടോ? സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഓടിയിട്ട് കാര്യമുണ്ടോ? ഇതെവിടെയാണ് തിരയേണ്ടത്? നമ്മളിൽ തന്നെയാണ്. നിങ്ങൾ ഇതേപോലെ ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇത്ര സ്ട്രെസ് വരുമ്പോൾ കണ്ണുകൾ അടയ്ക്കുക, ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക. ഡീപ്പ് ശ്വാസം എടുക്കുക. നിങ്ങൾ എടുക്കണ ബ്രീത്ത് തന്നെ ഇത്തിരി ശ്വാസം എടുക്കുക, ആഴത്തിലെടുക്കുക, സമാധാനത്തോടെ എടുക്കുക, സ്ലോലി എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതുപോലൊരു നദിക്കര ഇമാജിൻ ചെയ്യുക. അവിടെ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ആ നദിയിലെ ജലത്തിലേക്ക് ഒഴുകി നിങ്ങൾ വിട്ടുകളയണം. അതായത് കാരണം വിട്ടുകളയണം, നമ്മൾ വിട്ടുകളയാൻ പഠിക്കണം. നമുക്ക് ആവശ്യമില്ലാത്തതൊന്നും നമ്മളിൽ നിലനിൽക്കില്ല എന്നുള്ള മെസ്സേജ് പ്രപഞ്ചമാണ് നമുക്ക് തരിക. അപ്പൊ അതുകൊണ്ട് വിട്ടുകളയാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെങ്കിൽ നമ്മൾ എത്ര ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാലും ചിലതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം എന്താണ് അതിന് കാരണം? നമ്മളായിട്ടല്ല. അതായത് നമ്മൾ വിട്ടുപോകുന്നതൊന്നും നമ്മുടേതായിരുന്നില്ല. നമുക്കുള്ളത് തീർച്ചയായിട്ടും നഷ്ടമാകില്ല. ഇങ്ങനൊരു മെസ്സേജ് നമ്മുടെ മനസ്സിൽ എന്നും വേണം. നന്ദി, നമസ്തേ. ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.